ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശസ്ത കലാകാരൻ രമേഷ് പിഷാരടി പാലക്കാട് നിന്ന് UDF സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്ത പാലക്കാട് നിന്ന് വരുന്നു. രമേഷ് പിഷാരടിയുടെ പേര് AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയെന്നും വിവരമുണ്ട്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. പറയൂ, രമേഷ് പിഷാരടി സന്നദ്ധത അറിയിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ തന്നെ അദ്ദേഹം ചെറിയ രീതിയിലൊക്കെ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. പാലക്കാട് മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി മത്സരിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രമേഷ് പിഷാരടിയുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തി, ഇതുമായി ചർച്ച നടത്തി. അപ്പോൾ രമേഷ് പിഷാരടി മത്സര സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മത്സരിക്കാമെന്ന്, പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാമെന്നുള്ള ഒരു അറിയിപ്പ് രമേഷ് പിഷാരടിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളോട് അറിയിച്ചിട്ടുണ്ട്. രമേഷ് പിഷാരടിയുടെ സുഹൃത്തുക്കളിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തിലാണ്. മത്സര സന്നദ്ധ രമേഷ് പിഷാരടി ഇതിനകം അറിയിച്ചു കഴിഞ്ഞു. AICC സ്ക്രീനിംഗ് കമ്മിറ്റി രമേഷ് പിഷാരടിയുടെ പേരാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തി പാലക്കാട് നിന്ന് നൽകിയിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഏകദേശം ഏറെക്കുറെ രമേഷ് പിഷാരടിയുടെ പേര് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. നേരത്തെ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവ് K മുരളീധരൻ, അതുപോലെ തന്നെ മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ എന്നിവരുടെ പേരുകളൊക്കെ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അന്തിമ പട്ടികയിൽ രമേഷ് പിഷാരടിയുടെ പേര് മാത്രമാണ് ഇപ്പോൾ AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ രമേഷ് പിഷാരടിയുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തി. രമേഷ് പിഷാരടിയും പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലെ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പാലക്കാട് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ, K മുരളീധരൻ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് A തങ്കപ്പൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് എന്നിവരുടെ പേരുകളൊക്കെ നമ്മൾ മുൻപ് നൽകിയ വാർത്തകളിലും അതുപോലെ തന്നെ മറ്റുള്ള മാധ്യമങ്ങളിൽ നിന്നൊക്കെ പേരുകൾ ഇത്തരത്തിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ അന്തിമമായി പാലക്കാട് നിന്നും രമേഷ് പിഷാരടിയുടെ പേര് മാത്രമാണ് AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ രമേഷ് പിഷാരടിയും മത്സര സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം ഇനി സജീവമായി പ്രവർത്തന രംഗത്ത്, അതായത് മത്സരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.